കൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു മഹാത്മാവിനെക്കുറിച്ച്, ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തുവരുന്ന ഒരു വലിയ ചിത്രം. ഉദാഹരണത്തിന് മഹാകവി ഇക്ബാലിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ എത്രയോ ഇക്ബാൽ കവിതകൾ നമ്മളും വായിച്ചിരിക്കുന്നു. എത്രയോ ഇക്ബാലിന്റെ സൂക്തങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആന്തരികമായ അർത്ഥങ്ങൾ വിവരിച്ചു തന്നുകൊണ്ട് പ്രഭാഷണങ്ങൾ സ്കൂളുകളിൽ അധ്യാപകർ മുതൽ ഏതെല്ലാം വിശിഷ്ട വ്യക്തികൾ മുതൽ വരെ നമ്മൾ കേട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് മഹാകവിയെക്കുറിച്ച് സമദാനി പറയുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ മറ്റെല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മുടെ രണ്ട് ചെവികൾ തുറന്നു വെക്കുന്നത്, കണ്ണുകൾ തുറന്നു വെക്കുന്നത്? അതാണ് ആവിഷ്കാരത്തിൽ വരുന്ന വാങ്മയ ചിത്രത്തിന്റെ പ്രത്യേകത. ഇതൊക്കെ ജീവിതത്തിൽ ഒരു വിധം പ്രത്യേക സിദ്ധി കിട്ടിയവർക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ആ സിദ്ധി ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. കവിയിലൂടെ, ജീവിതത്തിലൂടെ, പ്രവാചകനിലൂടെ, പ്രവാചക ചര്യയിലൂടെ, വ്യാഖ്യാനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ സാരം എന്തായിരിക്കണമെന്ന് കാട്ടിത്തരുന്ന ഈ അപൂർവ വ്യക്തിത്വത്തിന്റെ വാക്കുകൾ ഇന്ന് സാംസ്കാരിക പൈതൃകത്തിലൂടെയും വായനയിലൂടെയും അതിന്റെ പ്രത്യേകിച്ചുള്ള സിദ്ധിവിശേഷത്തിലൂടെയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട പൈതൃകം ഈ സമകാലിക സമൂഹത്തിൽ എവിടെയാണ് നമ്മുടെ വേരുകൾ അറ്റുപോകുന്നതിന്റെ കാരണം കിടക്കുന്നത്? ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടിയുള്ള അവസരമാകും. ഇത് കേട്ടുകൊണ്ട് ഇരിക്കുന്ന മുഴുവൻ ആളുകളും പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ സംസ്കാര സമ്പന്നരായി മാറും എന്നൊന്നും ആരും കരുതുന്നില്ല, കരുതരുത്. മറിച്ച് നമുക്കെന്നോ പിറക്കാനിരിക്കുന്ന, നമ്മുടെ രക്തത്തിൽ എവിടെയോ എന്നോ പിറക്കാനിരിക്കുന്ന ഒരു കുഞ്ഞിനു വേണ്ടി, അല്ലെങ്കിൽ ആ കുഞ്ഞിൽ പിറക്കാനിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ ആരും കാണാതെ അദൃശ്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. സംസ്കാരത്തിന്റെ അവസ്ഥകൾ പലപ്പോഴും അദൃശ്യമായിട്ടാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ജീൻ, ഒരു ജനിതക കോഡായി ഇന്ന് ബഹുമാനപ്പെട്ട സമദാനിയുടെ വാക്കുകളെ നമ്മൾ സ്വീകരിക്കണം. എന്തുകൊണ്ട് ഈ രാത്രി കണ്ട് നമ്മളെല്ലാവരും സംസ്കാര സമ്പന്നന്മാരായി, ധാർമ്മിക ബോധമുള്ളവരായി മാറും എന്നല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് എന്നോ സംഭവിക്കാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മളിവിടെ മറ്റെല്ലാ ആഘോഷങ്ങളും, ഓണവും ഈദ് ആഘോഷ പരിപാടികളും ഒക്കെ ഇപ്പോഴും പുറത്തു നടക്കുകയാണ് ഒരുപാട്. എല്ലാം മറന്നുകൊണ്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഈ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം. തലമുറകളിലേക്ക് അങ്ങനെ സംക്രമിക്കുന്ന എന്തോ ഒന്ന്, നമുക്കെപ്പോഴും നഷ്ടമായി പോകുന്ന എന്തോ ഒന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാകണം, നമ്മുടെ കുഞ്ഞ് അതിന് സിദ്ധി ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന്, അതാണ് കൊണ്ടോ വ്യാഖ്യാനങ്ങൾ കൊണ്ടോ മറ്റൊരാളുടേതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തതുകൊണ്ടോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്കോ തലമുറയിലേക്കോ സംക്രമിപ്പിക്കാൻ പറ്റില്ല. ഹൃദയത്തിലും മനസ്സിലും തലച്ചോറിലും ഒക്കെ ഒരുപോലെ സന്നിവേശിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആ സംസ്കാരം. അതിലേക്ക് വേണ്ടിയുള്ള ഒരു യാത്രയായിരിക്കും ഇന്ന് ഈ പ്രഭാഷണമെന്ന് ഞങ്ങളെല്ലാവരും വിചാരിക്കുകയാണ്. ആ പ്രഭാഷണമാണ് ഈ മാഗസിന്റെ വളർച്ചയുടെ ഒരു നിർണായക ഘട്ടത്തിലെ കാതലായി മാറുന്നതും. കഴിഞ്ഞ ദിവസം റേഡിയോയിൽ ഞങ്ങളുടെ പ്രോഗ്രാമിൽ വന്ന സമയം തന്നെ സമദാനി സാഹിബ് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന ചില വ്യത്യസ്തങ്ങളായ സാംസ്കാരിക രീതികളെക്കുറിച്ചും സൂചിപ്പിച്ചപ്പോൾ അതിനുശേഷം വന്ന ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണം, എന്തിന് നിങ്ങൾ ആ ഇന്റർവ്യൂ 5-8 മിനിറ്റ് കൊണ്ട് നിർത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി സംഭവിച്ചതാണിത്. എന്തിന് നിങ്ങൾ നിർത്തി? ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ സ്വരത്തിൽ ഞങ്ങളെ ശാസിച്ച ശ്രോതാക്കളുണ്ട്. അവിടെയാണ് ഇതിന്റെയൊക്കെ പ്രസക്തി സ്വയം തിരിച്ചറിയേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു അവകാശം പോലെ ഒരു റേഡിയോ ശ്രോതാവ് ഞങ്ങളോട് വന്ന് നിർത്തിയ നിങ്ങൾ തെറ്റുകാരാണെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെയും അപൂർവതയാണ്, അപൂർവതകളിൽ അപൂർവതയാണ്. അങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ പോകുന്ന ഈ വൈശിഷ്ട്യത്തെ കൂടുതൽ നമുക്ക് കേൾക്കാൻ വേണ്ടി കൂടുതലൊന്നും സംസാരിക്കാതെ, നിങ്ങളുടെ സമയം ഒഴിവാക്കാതെ, അതായത് നിങ്ങളുടെ സമയം ചെലവഴിക്കാതെ തന്നെ ആ സംഭാഷണത്തിലേക്ക് നേരിട്ട് കൂടുതൽ അവസരം കൊടുക്കാനും പ്രവേശിക്കാനും വേണ്ടി ഞാനും ഇവിടെ നിന്ന് ഒഴിയുകയാണ്. ഈ ഒരു ജനകീയമായ കൂട്ടായ്മ സാംസ്കാരിക പൈതൃകം മാഗസിന് വേണ്ടി ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ പരസ്യക്കാർക്ക് പെട്ടെന്ന് ദഹിക്കുന്ന ഒരു മാഗസിനൊന്നുമല്ല സാംസ്കാരിക പൈതൃകം. അവർക്ക് ഒരുപാട് അവരുടേതായ ഉപാധികളുണ്ട്. ഞങ്ങൾ പരസ്യം കൊടുക്കണമെങ്കിൽ സ്ത്രീകൾ ഒരുപാട് വായിച്ചിരിക്കണം, സ്ത്രീകൾ വായിക്കണമെങ്കിൽ ദുർബലമായ കാര്യങ്ങൾ എഴുതണം,
ദുർബലമായ കാര്യങ്ങൾ ചേർക്കുമ്പോൾ പലതിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ധാർമ്മികതയെ മാറ്റിവെക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടും ഇത് ശരിയായ സംസ്കാരം കാണിക്കുന്നതാണെന്ന് ഈ 10-11 മാഗസിൻ വഴി ബോധ്യമായ പശ്ചാത്തലത്തിൽ പരസ്യലോകം മറ്റു പലതും മറന്നുകൊണ്ട് മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആഹ്ലാദം ജനിപ്പിക്കുന്ന കാര്യമാണ്. അടുത്ത എഡിഷൻ മുതൽ ഇക്കാര്യത്തിൽ ഒരുപാട് പരസ്യങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇതേ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ സഹകരിക്കാൻ പരസ്യലോകവും മാർക്കറ്റുമൊക്കെ തയ്യാറായി വരുന്നു എന്ന കാര്യവും സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. വെള്ളം ചേർക്കാതെ സഹകരിക്കാൻ അവർ തയ്യാറാണ്. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള ഇടപെടലും നിങ്ങളുടെ മനസ്സ് നൽകലും ഈ മാഗസിന് വേണം. ഈ ബഹുമാനപ്പെട്ട സമദാനി സാഹിബിന്റെ പ്രഭാഷണത്തിന് ശേഷം ഈ മാഗസിനെ കുറിച്ച് നിങ്ങൾ ഒരു പുനർചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരണം. ജീവിതത്തിന്റെ ഭാഗമായി കൂടെ കൂട്ടണം. എന്നും അഭിമാനിക്കാൻ, ഒരിക്കലും തല കുരിക്കേണ്ടി വരില്ല ഈ മാഗസിന്റെ ഉള്ളടക്കത്തിന്റെ പേരിൽ എന്ന കാര്യം ഇത്രയും നാളത്തെ അനുഭവം വെച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു വാക്കായി, എന്റെ ഭാഗത്തുനിന്നുള്ള വാക്കായി പറഞ്ഞുകൊണ്ടും ബഹുമാനപ്പെട്ട സമദാനി സാഹിബിന്റെ പ്രഭാഷണം കേൾക്കാൻ നിങ്ങളെപ്പോലെ കാത്തിരിക്കുന്ന ഒരാളായി ഞാനും മാറിയതുകൊണ്ടും അതിലേക്ക് അവസരം നൽകിക്കൊണ്ടും ഈ മാഗസിന് വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന ഡസൻ കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവരുടെ ആശയും ആവേശവും സ്വപ്നങ്ങളും നിങ്ങൾ എന്നും അംഗീകരിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് സാംസ്കാരിക പൈതൃകം മാഗസിന്റെ മാനേജിംഗ് എഡിറ്റർ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളിയാണ്. അദ്ദേഹത്തെ അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സമുദായ അംഗങ്ങൾക്ക് ധന്യാഭിവാദങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം മജീദ്. സ്നേഹമുള്ള ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, പൈതൃകം പബ്ലിക്കേഷന്റെ ചെയർമാൻ ബഹുമാനായ സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ പനമ്പുഴക്കൽ, മലയാള ലോകത്തിൽ അക്ഷരങ്ങൾ കൊണ്ട്, സ്നേഹത്തിന്റെ സംഗീതം കൊണ്ട് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ സന്നിവേശിപ്പിച്ച ബഹുമാനായ അബ്ദുസമദ് സമദാനി സാഹിബ്, ഗൾഫിലെ ഓരോ പ്രവാസിയുടെയും ഹൃദയത്തിലേക്ക് പുതിയ ചിന്തകളുടെയും പുതിയ വാർത്തകളുടെയും ഉള്ളടക്കങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രിയങ്കരനായ വാർത്താ വിശകലന വിദഗ്ധൻ ബഹുമാനായ നിസാർ സയ്യിദ്, ഇസ്ലാമിക് ദാവ മൂവ്മെന്റിന്റെ ദുബായ് ചാപ്റ്റർ അമീർ ബഹുമാനായ നാസിറുദ്ദീൻ അൻവരി, പൈതൃകം പബ്ലിക്കേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ബഹുമാനായ ഇ വി അബ്ദുറഹ്മാൻ, ജനാബ് ഷൌക്കത്ത് മുണ്ടയങ്കാട്ടിൽ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമദാനി സാഹിബിന്റെ പ്രഭാഷണത്തിന് മുന്നിൽ ഒരു വിലങ്ങുതടിയായി ഞാൻ നിൽക്കുന്നില്ല. സംസ്കാരം, പൈതൃകവും സമകാലികവും എന്ന വിഷയത്തിൽ സാംസ്കാരിക പൈതൃകം മുന്നോട്ട് വെക്കുന്ന മഹത്തായൊരു ചിന്തയിലേക്ക്, സാംസ്കാരിക പൈതൃകം മുന്നോട്ട് വെക്കുന്ന മഹത്തായൊരു ലക്ഷ്യത്തിലേക്ക്, സംസ്കാരങ്ങളുടെ സമന്വയത്തിലേക്ക് ക്ഷണിക്കുവാനാണ് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ഇവിടെ നിശ്ചയിച്ചത്. ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന പേരിൽ സാമുവൽ പി ഹണ്ടിങ്ടന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ഇന്ന് ലോകത്ത് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ്. സംസ്കാരങ്ങൾ തമ്മിലുള്ള